നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പരമനാറി ഇവനെ എല്ലാവരും വിളിക്കുന്നത് പുട്ട് സാമുവൽ എന്നാണ്. ഈ പുട്ട് സാമുവൽ എന്ന് വിളിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് വരാം. അതായത് ഇവൻ പത്തനംതിട്ട ജില്ലയിൽ എവിടെങ്ങാണ്ടായിരുന്നു ഇവൻ്റെ ജനനമൊക്കെ, ഇവൻ്റെ അപ്പനും അമ്മയൊക്കെ അവിടെ ആയിരുന്നു. ഇവൻ ഒരു മുസ്ലിമിൻ്റെ കടയിൽ കയറിയിട്ട് ഒരു പുട്ട് കട്ട് തിന്നു. ആ പുട്ട് കട്ട് തിന്നപ്പോഴത്തേക്ക് കൈയോടെ അവർ പൊക്കിയതിന് ശേഷം അവിടെ മൊത്തത്തിൽ അത് പരന്ന് നാണക്കേടായി. അങ്ങനെ ഇവനെ എല്ലാവരും പുട്ട് സാമൂല അല്ലെങ്കിൽ പുട്ട് കട്ട് തിന്നുന്ന സാമൂലെന്ന് വിളിച്ചു. അതിനുശേഷം പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവൻ അവിടെ നിന്ന് മാറി ഇവൻ ലണ്ടനിലോ ലഡാക്കിലോ ഏതോ കോയത്തായത്തേക്ക് ഇവൻ വണ്ടി കയറിപ്പോയി. അപ്പം ഈ ഒരു സംഭവം ഇവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവൻ അന്ധമായിട്ട് മുസ്ലിങ്ങളോട് ഒരു വിരോധം മനസ്സ് വെച്ചുകൊണ്ട് പറയാൻ പാടില്ലാത്ത ശുദ്ധ തെമ്മാടിത്തരം, അതായത് ഈ പി സി ജോർജിനെ പോലെയും കരിമ്പിൻ കണ്ടിയെ പോലുള്ള കുറച്ച് ക്രിസംഖ്യകളുണ്ടല്ലോ, ഇവൻ്റെയൊക്കെ ഒരു പിമ്പായിട്ട് ഇവനിപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് വാർത്തകൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ കേരളത്തിലെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് മിനി പാകിസ്ഥാനാണ്. അത് മിനി പാകിസ്ഥാനെക്കാട്ടി ഡേഞ്ചറാണ്. അതായത് താലിബാനിസ്റ്റുകളാണെന്നാണ് പറയുന്നത് എല്ലാവരും. അതുപോലെ തന്നെ മലപ്പുറവും ഈരാറ്റുപേട്ടയും ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഇസ്ലാം മത വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ തെമ്മാടിത്തരം പറയുമ്പോൾ ഇപ്പോൾ പാല ആയിക്കോട്ടെ, കോട്ടയം അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ കിടക്കുന്ന എല്ലാ ക്രൈസ്തവരും അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലുള്ള എല്ലാ ഹിന്ദുമത വിശ്വാസികളും തീവ്രവാദികളാണ് എന്ന് ഇവിടെ ബുദ്ധിയും വിവരവും ബോധവും അരിയാഹാരം തിന്നുന്ന ഏതെങ്കിലും ആൾക്കാർ പറയുമോ? അപ്പോൾ ഇതുപോലെ ശുദ്ധ തെമ്മാടിത്തരം പറയുന്ന ഇവനെയൊക്കെ കുനിച്ചീർത്തി ഇവനെയൊക്കെ കൂമ്പിനിടിയല്ലേ കൊടുക്കേണ്ടത്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പരമ നാറി പറയുന്നത് എന്താണെന്ന്. എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടാത്തതുകൊണ്ടാണ്. ഇവൻ ഷെഫീന ബീവിക്കെതിരെ ഒരു കേസൊക്കെ കൊടുത്തായിരുന്നു. ആ കേസ് കൊടുത്തത് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ചാണക ബൈജുവിനെ കൊണ്ടാണ് കൊടുപ്പിച്ചത്. കാരണം ഇവൻ ലണ്ടനിലാണല്ലോ. അപ്പോൾ അവൻ്റെ അതേ പാറ്റേണിലുള്ള ഒരു സാധനമാണല്ലോ. കാരണം ഇവനെല്ലാം വിഷമാണ്. ഇവനൊക്കെ ക്യാൻസറാണ്. ഇവനൊക്കെ തീരാ ക്യാൻസർ. അതായത് ഇവനൊക്കെ ഭൂമിയിൽ കാലുകുത്തിയാൽ ആ കാലുകുത്തുന്ന ഇടം കരിഞ്ഞുണങ്ങിപ്പോവും. അത്രത്തോളം വിഷജന്തുക്കളായിട്ടുള്ള നിലക്ക് നിർത്തേണ്ടത് ഇവിടുത്തെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം, ഈരാറ്റുപേട്ട കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈരാറ്റുപേട്ടയുടെ പേര്, അതായത് മലയാളികൾ സ്ഥിരം അറിയുന്നുണ്ട്. ഈ പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകം നടത്തിയ ഒരു പ്രധാനപ്പെട്ടയാൾ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. ഈരാറ്റുപേട്ടയിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റൽ പണിയുന്നു. അവിടെ ലോകത്തിലെ എല്ലാ നേഴ്സുമാരുടെ ആരാധ്യനായ ജാസ്മിൻ ഷാ അവിടെ പോകുന്നില്ല. അപ്പുറത്ത് ക്രിസ്ത്യാനിയുടെ, അതായത് ക്രൈസ്തവൻ്റെ ആശുപത്രിയിൽ പോയി സമരം നടത്താൻ അതടപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഈരാറ്റുപേട്ട ഫേമസ് ആണ്. അതുപോലെ പി സി ജോർജുമായിട്ട് ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട ഫേമസ് ആണ്. ഇനി എന്താണ് ഈരാറ്റുപേട്ടയെ പറ്റി എൻ്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞു എവിടെയാണ് ഇന്ത്യയിലെ മിനി പാകിസ്ഥാൻ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈരാറ്റുപേട്ടയെ പറ്റി പറയുന്നത്, ഇത് പാകിസ്ഥാൻ ഒന്നുമല്ല, താലിബാനാ, മിനി താലിബാനാ അത്. പക്ഷെ ഈരാറ്റുപേട്ടക്കാർ, പ്രത്യേകിച്ച് ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ, അതായത് ഈ പറയുന്ന PFI SDPI അതിഭയങ്കരമായി ഇസ്ലാമിക രാജ്യം കൊണ്ടുവരണമെന്ന്. ഇവനൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് വിമർശിച്ചാലൊന്നും പോരാ. നേരിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുനിച്ച് നിർത്തിയാൽ കൂമ്പിനിടിക്കണം ഇവനൊക്കെ. കാരണം ഇത്രയൊക്കെ തെമ്മാടിത്തരം പറയാൻ ഇവനിക്കൊക്കെ ലൈസൻസ് കൊടുത്തിരിക്കുന്ന ആരാണ്? ഇവിടുത്തെ സംഘികളും ഇതുപോലുള്ള ഇവന്മാർക്കൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്രദേശത്ത് ആ ജനങ്ങൾ മൊത്തം തീവ്രവാദികളാണ്, അവർ താലിബാനിസ്റ്റുകളാണ്, അവിടെ വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരുന്നത് അത് പൊട്ടിക്കാൻ വേണ്ടിയാണെന്നൊക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് 400 പേരൊക്കെ ഒളിച്ചോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവനെയൊക്കെ നല്ല അടികൊള്ളാത്തതിൻ്റെ സോക്കേടാണ്. ആഗ്രഹമുള്ളവർ, അവർക്ക് മ്യൂസിക് ഇഷ്ടമല്ല, പാട്ടുകൾ ഇഷ്ടമല്ല, ഗാനങ്ങൾ ഇഷ്ടമല്ല, ഡാൻസുകൾ ഇഷ്ടമല്ല. പബ്ലിക്കായിട്ടല്ലേ അവിടുത്തെ വ്യാപാരി വ്യവസായയുടെ ഒരാൾ മലബാറിൽ നിന്ന് ഒരു സിംഗർ വന്ന് പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഇതിവിടെ പാടേണ്ട പാട്ടല്ല, പ്രസ്റ്റേജ് എന്ന് പറയുകയാണ്. സോ ഇറ്റ് ഈസ് താലിബാൻ. അടുത്ത സമയത്ത് നിങ്ങൾ വായിച്ചു കാണും, അതായത് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്ലോസീവ് മെറ്റീരിയൽ. മനസ്സിലാക്കുക ഇപ്പം ഇത് പാകിസ്ഥാനല്ല, താലിബാൻ ആക്കാൻ വേണ്ടി പാടുപെടുന്നവർ, അതിൻ്റെ പുറകെ നടക്കുന്നവർ. ഈ സംഭവം ഇത്ര ഡേഞ്ചർ ആകുന്നതിൻ്റെ കാര്യം എന്താ? അതായത് കേരള പോലീസിന് താല്പര്യമില്ല ഇതിനെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ. അതാണ് അതിൻ്റെ കാര്യം. അല്ലെങ്കിൽ അവിടെയുള്ള ഒരു കൂട്ടം മുനിസിപ്പാലിറ്റി മുഴുവനും ഇത്രമാത്രം ഹാർഡ് കോറായിട്ട് ഇസ്ലാമിക് ടെററിനെ എങ്ങനെ അനുകൂലിക്കാൻ പറ്റുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം? വരെ മുഴുവനും പോക്കാം.
കാരണം ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഈ സംഭവം. കാരണം കോട്ടയം ജില്ലയുടെ ഒരു പോക്കറ്റിന് അത് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കുന്നുണ്ട്, ഒരു മുനിസിപ്പാലിറ്റി മുഴുവന് അവർ അതിഭയങ്കരമായിട്ട് താലിബാൻ രീതിയിലോട്ട് പോവുകയാണ്. അതിനെപ്പറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ കേരളം ഭരിക്കുന്നവർക്കോ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയോ നിശബ്ദമായിട്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ ഒരിക്കല് ഈ PC ജോർജ് SDP കുടിയൊക്കെ എടുത്തുകൊണ്ട്, ആ സംഭവം നിങ്ങൾക്കറിയാം, SDP വലിയ സംഭവം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, അയാൾ എന്നോട് വളരെ ചൂടായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജോർജ് നിങ്ങൾ കാണിക്കുന്ന തെറ്റാണ്. അത് കഴിഞ്ഞിട്ടും ഞാൻ PC ജോർജിനോട് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്ന് ചെയ്തതിൻ്റെ അതിൻ്റെ പേ ബാക്കാണ് ഈ സംഭവം ഇത് നടക്കുന്നത്. കാരണം നിങ്ങൾ അന്ന് ഇവർക്ക് വേണ്ടി നിന്നു. പക്ഷെ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്ന വരാനുള്ള വർഷങ്ങളിൽ ഇതിൻ്റെ 4 ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് നിങ്ങളിത് അനുഭവിച്ചേ മതിയാവൂന്ന് ഞാൻ പറഞ്ഞു. അത് സെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മിനി താലിബാൻ ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിലുള്ള കുറേ പേർ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള ഇസ്ലാമിക വിശ്വാസികൾ, അപ്പോൾ പിച്ചപ്പെടുന്ന അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ അവർക്കവിടെ ഇനി കുറച്ച് കഴിയുമ്പോൾ സംഭവം ഒന്ന് മാറും. അവിടെ മറ്റുള്ള ആളുകൾ, അതായത് മറ്റുള്ള സ്ത്രീകൾ ആലോചിച്ചോണം, മറ്റുള്ള സ്ത്രീകൾ അവിടെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ സ്ത്രീകൾ അതുവഴി പോകുമ്പോൾ മറ്റേ ചാക്കിട്ടുകൊണ്ട് പോകണം. പുതിയ നിയമം അവരും കൊണ്ടുവരും. പല രീതിയിലും ഇന്നിടത്ത് ഇവിടെ ഹോട്ടലുകൾ ഹലാലുകൾ മാത്രമേ പാടുള്ളൂ, അവർ നിയന്ത്രണം കൊണ്ടുവരും. അതാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. പിണറായി വിജയൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാതെ. കാരണം പ്രിയനരം ഓരോ ദിവസത്തെയും ഡെവലപ്മെൻറ്റ് അവർക്കൊന്നും താല്പര്യമില്ല. അവർക്ക് ഈ പറയുന്ന താലിബാൻ രീതിയിലുള്ള ഹൂറികളെ കാണാൻ പോകുന്നത് മാത്രമാണ് അവർക്ക് താല്പര്യം. ആ രീതിയിലുള്ള റാഡിക്കൽ ഇസ്ലാം അതിഭയങ്കരമായിട്ട് അവിടെ വളരുകയാണ്. ഈ നാറിനെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ആവുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ സങ്കടം തോന്നിപ്പോവാ. കാരണം ഇവനൊക്കെ നമ്മുടെ നാടിൻ്റെ ആപത്താണ്, ഇവനൊക്കെ വിപത്താണ്, ക്യാൻസറിനെക്കാട്ടി കഷ്ടമാണ് ഇവനൊക്കെ. ഇവൻ്റെയൊക്കെ മനസ്സ് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം ഇവൻ അന്ധമായിട്ടുള്ളൊരു മുസ്ലിം വിരോധം ഇവൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ തെമ്മാടിത്തരം, ഈ ശുദ്ധ അസംബന്ധവും ഇവൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇവൻ്റെ ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവൻ ലണ്ടനിലാണോ ഉള്ളത്, കാരണം നാട്ടിലല്ല. നിങ്ങൾക്കറിയാം ഈ PC ജോർജൊക്കെ ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രചോദനമായിട്ടുണ്ട്. കാരണം അയാൾ പറഞ്ഞത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തോളം മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളെന്നാണ്. ഇവൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താണ്, ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് തിങ്ങിപ്പാർക്കുന്ന മുസ്ലിങ്ങളൊക്കെ റാഡിക്കൽ ഇസ്ലാം ഭയങ്കര ഡേഞ്ചറാണ്. കാരണം അവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട് കത്തിച്ചു കളയും. അമ്മാതിരി ഡേഞ്ചർ സാധനങ്ങളാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെന്നാണ് ഈ പരമ ഉൾഹാൻ താടി, ഊളത്താടി, ഈ പുട്ട് സാമൂൽ എന്ന് പറഞ്ഞാൽ പുട്ട് കാട്ട് എന്നിട്ടുള്ള ഈ പരമ ഊള ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുന്നത്. ഇവനൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ഗുമ്മൻ ഇടി കൊള്ളാത്തതിൻ്റെ സോക്കേടാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ആത്മാഭിമാനമുള്ള ആൾക്കാർ പ്രതികരിച്ചു പോകും, ഒരു പക്ഷേ ചിലപ്പോൾ കൈവിട്ടു പോകും നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക്. കാരണം ഇവിടുത്തെ ക്രൈസ്തവരെയോ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തെയോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം ഇവർ മൊത്തത്തിൽ തീവ്രവാദിയാണ് അല്ലെങ്കിൽ ഇവർ രാജ്യത്തിന് ആപത്താണ് എന്ന് ആരെങ്കിലും പറയുമോ? ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്താവും? അപ്പൊ ഈ മതത്തിന്റെ നെഞ്ചത്തോട്ട് കയറി എന്ത് തോന്നിയാസവും ഏത് തെമ്മാടിക്കും കാണിക്കാമെന്നുള്ളതിന്റെ ഒരു അഹങ്കാരം, ഒരു ഹുങ്കാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്ന് എനിക്കൊരു സമാധാനം കിട്ടാത്തതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും, അതായത് ഇപ്പൊ ഈ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളായിക്കോട്ടെ, ഹിന്ദു സഹോദരങ്ങളായിക്കോട്ടെ, മുസ്ലിം സഹോദരങ്ങളായിക്കോട്ടെ, ഈ തെണ്ടി പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നതായിരിക്കണം. ഇവൻ എന്തെങ്കിലും നാട്ടിൽ വരാൻ വിധിയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഇവനിക്കെതിരെ പോരാടണം. കാരണം ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾ ഈ സമൂഹത്തിനും നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കും ആപത്താണ്. അത് ഒരിക്കലും കരിച്ചു കളയാൻ പറ്റാത്ത തരത്തിലുള്ള ക്യാൻസർ ആണ് ഇവനെ പോലുള്ള നാറികൾ എന്ന് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും